വിന്നേഴ്സ് ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSLC മാത്സിൻ്റെ 8th ചാപ്റ്റർ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ, ആ ചാപ്റ്ററിൽ നിന്ന് 2019-2020 അക്കാഡമിക് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്തു പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇത് 2020 SSLC എക്സാമിന് ചോദിച്ചതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദ ഫിഗർ ഓഫ് എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഈസ് ഷോൺ. സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഷീറ്റ്. സ്ക്വയർ ആണെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 36 സെൻറ്റിമീറ്റർ എന്ന് ഫിഗറിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഒരു ലെങ്ത്തും 36 ആണ്. ഇവിടെ എല്ലാ സൈഡ്സും 36 സെൻറ്റിമീറ്റർ വെച്ചാണ്. ഇനി ആൻഡ് AB ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഈ AB എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ BCയും DCയും ADയും എല്ലാം എത്രയായിരിക്കും? 10 വെച്ചായിരിക്കും. ദ ഷെയ്ഡഡ് പോർഷൻ ഈസ് കട്ട് ഔട്ട് ആൻഡ് ഫോൾഡഡ് ഇൻ ടു എ സ്ക്വയർ പിരമിഡ്. ഈ പോർഷൻ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട്, ഷെയ്ഡ് ഞാൻ ചെയ്തിട്ടില്ല, എല്ലാം കൂടിയായ കൺഫ്യൂഷൻ ആവുമെന്ന് വെച്ച് ഈ നടുക്ക് കാണുന്ന ഈ സ്റ്റാർ പോലത്തെ ഈ പോർഷൻ കട്ട് ചെയ്ത് അതൊരു സ്ക്വയർ പിരമിഡ് ആക്കുകയാണ് ചെയ്തത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഓഫ് ദ പിരമിഡ്? അതായത് പിരമിഡ് ആക്കി കഴിയുമ്പോൾ അതിൻ്റെ ബേസ് എഡ്ജിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? ചെരിഞ്ഞ ഉയരം എത്രയായിരിക്കും എന്ന്. ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ പിരമിഡ്. ലാറ്ററൽ സർഫസ് ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫിഗർ ഒന്ന് ശരിക്കും സ്ക്വയർ പിരമിഡ് പോലെ ഒന്ന് വരച്ച് നോക്കാം അല്ലേ. നമുക്കിവിടെ ഒരു ബേസ് സ്ക്വയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ക്വയർ നമ്മൾ കറക്റ്റ് അങ്ങനെ വരയ്ക്കില്ല, ഒന്ന് ചെരിച്ച് വരയ്ക്കും അല്ലേ. നമ്മൾ ഈ വരയ്ക്കുന്നതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ചെയ്തപ്പോൾ ചെയ്തതാണ്. എന്നിട്ടോ മുകളിലോട്ട് ഇങ്ങനെ ട്രയാങ്കിൾസ്, ഇങ്ങനെയാണല്ലോ സ്ക്വയർ പിരമിഡ് ഇരിക്കുന്നത് അല്ലേ. ഈ പോർഷൻ, ഈ സ്റ്റാർ പോലത്തെ പോർഷൻ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് എങ്ങോട്ട് പോകും? ഈ താഴ്ഭാഗത്ത് അല്ലേ. ഈ താഴത്തെ എല്ലാ സൈഡ്സും 10 സെൻറ്റിമീറ്റർ വെച്ചാണ്. ഓക്കെ, ഇനി വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് 10 ആണ്. ഇവിടെ ടോട്ടൽ എത്രയാണ്? 36 ആണ്. ഓക്കെ, അപ്പോൾ 36ൽ നിന്ന് 10 പോയാൽ എത്രയാണ് ബാക്കി? മനസ്സിലായോ? ഈ ടോട്ടൽ ലെങ്ത് 36ഉം ഇതിൻ്റെ ബേസ് വരുന്നത് 10ഉമാണ്. അപ്പോൾ 36ൽ നിന്നും 10 പോയാൽ ബാക്കി 26. അപ്പോൾ 26 രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് ഇവിടെയും കിടക്കുകയാണ്. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും. അതായത് ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ 10 ഉണ്ട്. ബാക്കി 10 പോയി കഴിഞ്ഞാൽ 36ൽ ബാക്കി 26. ആ 26 ആണ് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും കിടക്കുന്നത്. അപ്പോൾ 26ൻ്റെ ഹാഫ് അല്ലേ, 26/2 എന്ന് പറഞ്ഞാൽ 13 സെൻറ്റിമീറ്റർ ആണ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നോക്കിക്കേ, ബേസിൻ്റെ മിഡ് പോയിൻറ്റും വെർട്ടെക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ബേസിൻ്റെ മിഡ് പോയിൻറ്റും വെർട്ടെക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ബേസിൻ്റെ മിഡ് പോയിൻറ്റും വെർട്ടെക്സും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അതാണ് സ്ലാൻ ഹൈറ്റ്. അപ്പോൾ ഇത് 13 സെൻറ്റിമീറ്റർ എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഓഫ് ദ പിരമിഡ്? ബേസ് എഡ്ജിൻ്റെ ലെങ്ത് എത്രയാണ്? നമ്മൾ എ എന്ന് മെൻഷൻ ചെയ്യാറുണ്ട് അല്ലേ. ബേസ് എഡ്ജ് അതെന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് എന്താ? വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദാറ്റ് പിരമിഡ്? സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? നമുക്കിപ്പോൾ മനസ്സിലായില്ല, ഇത് 13 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ L എന്നാണ് പറയാറ്. സ്ലാൻഡ് ഹൈറ്റ് 13 സെൻറ്റിമീറ്റർ. ഇനി മൂന്നാമത്തെ പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ പിരമിഡ്. ലാറ്ററൽ സർഫസ് അല്ലേ, ചെരിഞ്ഞ ഭാഗത്തൊക്കെ എന്താ? പിരമിഡിൻ്റെ ചെരിഞ്ഞ ഭാഗത്തൊക്കെ ഓരോ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ട്രയാങ്കിൾ നോക്കിയാൽ ഈ മഞ്ഞ കളറിൽ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഈ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ്? ബേസ് 10 സെൻറ്റിമീറ്റർ ആണ്. വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചില്ലേ. വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിൻറ്റിലുള്ള ഡിസ്റ്റൻസ് 13 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഹാഫ് BH അല്ലേ. ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇവിടെ എത്രയാണ് കിടക്കുന്നത്? ട്രയാങ്കിളിൽ 10 ആണ്. ഹൈറ്റോ 13 ആണ് അല്ലേ. അപ്പോൾ 5 ടൈംസ് ഒക്കെ കട്ട് ചെയ്ത് പോയി. 2ഉം 10ഉം 5 ടൈംസ് 13 എന്ന് പറയുമ്പം 65 എന്ന് കിട്ടി. ഇതാണ് ഏരിയ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ. അപ്പോൾ ലാറ്ററൽ സർഫസിൽ ഇങ്ങനത്തെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും നോക്കിക്കേ? 1 2 3 4 4 ട്രയാങ്കിൾസ് ആണ് ലാറ്ററൽ സർഫസിലുള്ളത്. സോ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ
എന്നുള്ളതിന് ഞാൻ LS ഇട്ടു. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 ടൈംസ് ദിസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ തന്നെ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 × 65 അത് ചെയ്യുമ്പോൾ നമുക്ക് 260 എന്ന് കിട്ടും. 260 cm² ആണ് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദിസ് പിരമിഡ്. അടുത്തത് SSLC എക്സാമിന് ചോദിച്ച 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ സെക്ടർ ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സെക്ടറാണ് അല്ലേ. അപ്പോൾ സെക്ടർ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിളിൻ്റെ ഇതുപോലെ ഇങ്ങനെ കാണുന്ന ഒരു പോർഷൻ സെക്ടർ. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. അതായത് ഈ ഒരു ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഓക്കെ. ഈസ് റോൾഡ് അപ്പ് ഇൻ ടു എ കോൺ. ഇത് നമ്മളിങ്ങനെ തിരിച്ചു പിടിച്ച് എന്താക്കി, ഒരു കോണാക്കി. ഇങ്ങനെ നമ്മൾ ബർത്ത്ഡേ ക്യാപ്പൊക്കെ പോലെ ഒരു കോൺ ഉണ്ടാക്കി അതും കൊണ്ട്. ഇനി വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ. കോണിൻ്റെ ഈ സ്ലാൻഡ് ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? ഇതാ ഈ ഒരു സെക്ടറാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കോണാക്കിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ് 12 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? സോ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് L എന്ന് ഞാൻ എഴുതുകയാണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ, ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ. ഈ കോണിൻ്റെ റേഡിയസ്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, റേഡിയസ് കണ്ടുപിടിക്കണം. അതുപോലെ ഹൈറ്റും കണ്ടുപിടിക്കണം അല്ലേ. ഹൈറ്റ് ഓഫ് ദ കോൺ, ഇവിടുന്ന് വെർട്ടെക്സിൽ നിന്ന് സെൻറ്റർ ഓഫ് ദി ബേസിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് H, ഇത് R. ഇത് രണ്ടുമാണ് ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ളത്. അതെങ്ങനെ തുടങ്ങും? ഇവിടെ നോക്കി, ഈ സെക്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഈ സെക്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ പോർഷനാണ് അല്ലേ. ഇങ്ങനെ വലിയൊരു സർക്കിളുണ്ട്. ഈ വലിയൊരു സർക്കിളിൻ്റെ പോർഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് വരയ്ക്കുന്നില്ല, സെക്ടർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് നമുക്കറിയാം. റേഡിയസ് എത്രയാണ്? 12 ആണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ സെക്ടറിൻ്റെ കാര്യം മാത്രം നോക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കോണിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഈ സെക്ടറിൻ്റെ റേഡിയസ് 12 ആണ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ സെക്ടർ ഇവിടെ ഇപ്പോൾ 120 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇങ്ങനെ 360 ഡിഗ്രി കറങ്ങി വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 120ക്ക് പകരം ഇവിടെ 360 ആയിരുന്നെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് സർക്കിൾ ഉണ്ടാവുമായിരുന്നു അല്ലേ. മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ 120 ഡിഗ്രി എന്ന് തന്നിട്ടുള്ളൂ. ആക്ച്വലി സെൻട്രൽ ആംഗിൾ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രിക്ക് ഇത് ഞാൻ നെയിം ചെയ്യാണ്, ഇത് AB എന്ന് പറയുന്ന ആർക്ക്. ഓക്കെ. 360 ഡിഗ്രി കറങ്ങി വന്നാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ആയിരിക്കും അല്ലേ. 360 ഡിഗ്രി കറങ്ങി വന്നാൽ നമുക്ക് കിട്ടുന്ന സംഭവം എന്താണ്? ടോട്ടൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. അത് 2πr. R എന്ന് പറയുന്നത് 12 ആണ്. 2π × 12. അത്രയും സെൻറ്റിമീറ്റർ ലെങ്ത് നമുക്ക് ഇങ്ങനെ ചുറ്റും കിട്ടും. അപ്പോൾ 1 ഡിഗ്രി കറങ്ങുകയാണെങ്കിലോ നോക്കിയേ, 360 ഡിഗ്രിക്ക് 2π × 12. അപ്പോൾ 1 ഡിഗ്രിക്ക് എത്രയാ? 2π × 12/360. 10 പേനയ്ക്ക് 100 രൂപ. അപ്പോൾ ഒരു പേനയ്ക്ക് എത്രയാ? 10 പേനയ്ക്ക് 100 ആണെങ്കിൽ ഒരു പേനയ്ക്ക് 10 രൂപ. 100/10 ചെയ്തു എന്ന് പറയുന്ന പോലെ 1 ഡിഗ്രിക്ക് 2π × 12/360. ഇനി 120 ഡിഗ്രിയാണ് ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പോൾ 120 ഡിഗ്രി ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ആർക്ക് AB യുടെ ലെങ്ത്താണ് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 120 ഡിഗ്രി ഉണ്ടെങ്കിൽ 1 ഡിഗ്രിക്ക് എത്രയാണോ 2π × 12/360 × 120. മനസ്സിലായോ? ഇപ്പോൾ ഒരു പേനയ്ക്ക് 10 രൂപ. അപ്പോൾ 2 പേനയ്ക്ക് എത്രയാ? 20 റുപ്പീസ്. എങ്ങനെ ഇത് കിട്ടിയത്? 10 × 2 ചെയ്തു എന്ന് പറയുന്ന പോലെ 120 ഡിഗ്രിക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? ഇത് × 120. ഓക്കെ. ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 3 ടൈംസ് ആണ് അല്ലേ. 120 × 3. ഇത് 4 ആയിട്ട് കട്ട് ചെയ്തു പോകും. അപ്പോൾ 4 × 2 8. ഇത് 8π ആണെന്ന് കിട്ടി. അതായത് ആർക്ക് AB യുടെ ലെങ്ത്ത് 8π ആണ്. മനസ്സിലായോ? ആർക്ക് AB യുടെ ലെങ്ത്താണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഈ ആർക്ക് AB അല്ലേ ആക്ച്വലി ഇവിടെ ഈ കിടക്കുന്നത്. നോക്കിയേ, ഈ ആർക്കിൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്ത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ താഴ്ഭാഗത്തെ പെരിമീറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഈ താഴ്ഭാഗത്തെ പെരിമീറ്റർ എത്രയാണ്? ഇവിടുത്തെ റേഡിയസ് 6 ആണ്. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ 2πr അല്ലേ. ഇതെത്രയാണ് ആക്ച്വലി? 8π ആണ്. മനസ്സിലായോ? ഈ 8π ഈ ആർക്കാണ് നമ്മൾ വളച്ച്
കോൺ ഉണ്ടാക്കിയത്. അതുകൊണ്ട് പെരിമീറ്ററിന് ചേഞ്ച്, ഇവിടുത്തെ ഈ ആർക്കിൻ്റെ പെരിമീറ്റർ ആയിരിക്കും ഇവിടെ ഈ താഴത്തെ സർക്കിളിൻ്റെ പെരിമീറ്റർ. അപ്പോൾ 2πr ഈസ് ഈക്വൽ ടു 8π. പൈയും കട്ടായിപ്പോയി. പിന്നെ ഉള്ളതോ r ഈസ് ഈക്വൽ ടു 2നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 8/2, അതായത് 4 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് ഓഫ് ദ കോൺ എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ്. ഇപ്പോൾ നമുക്ക് സ്ലാൻ ഹൈറ്റ് അറിയാം അല്ലേ? അതായത് ഈ L എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ലെങ്ത്ത് അത് നമുക്കറിയാം 12 ആണെന്ന്. റേഡിയസ് എത്രയാണ്? അത് 4 ആണെന്നറിയാം. ഇനി ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നില്ലേ അല്ലേ? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ HRL. ഇതിൽ L ആണ് എന്ത്? ഇങ്ങനെയാണ് കിടക്കുന്നത്. L ആണ് നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ്, L. അതുപോലെ R-ഉം H-ഉം പെർപെൻഡിക്കുലർ സൈഡ്സും. അപ്പോൾ നമുക്ക് നമ്മുടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. L ആണല്ലോ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിനസ്. L² ഈസ് ഈക്വൽ ടു H² പ്ലസ് R². L എത്രയാണ്? 12 ആണ്. 12² ഈസ് ഈക്വൽ ടു H എത്രയാണെന്ന് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. H² പ്ലസ് R എത്രയാണ്? 4 ആണ്. 4². സോ വാട്ട് ഈസ് H²? H² കിട്ടണമെങ്കിൽ ഈ 4² നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. പ്ലസ് ആയിട്ട് കിടക്കുന്നയാൾ നെക്സ്റ്റ് സൈഡ് ഓഫ് ദി ഈക്വൽ ടു സിമ്പിൾ മൂവ് ചെയ്യുമ്പം മൈനസ് ആകുന്നു അല്ലേ? അപ്പോൾ 12² മൈനസ് 4². 12² ഈസ് 144 മൈനസ് 4² ഈസ് 16. സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 128 കിട്ടും. അതായത് H² ആണ് 128. മനസ്സിലായോ? അപ്പോൾ H എങ്ങനെ കണ്ടുപിടിക്കും? H കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ഈ 128നെ ഫാക്ടറൈസ് ചെയ്യാം. ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലേ? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. കാരണം എന്താണ്? അവസാനിച്ചിരിക്കുന്നത് എവിടെയാണ്? 8ലാണ്. ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ 8ൽ അവസാനിക്കുന്നത്? ഒന്ന് അന്വേഷിച്ചു നോക്കി. ഇപ്പോൾ 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർ നമുക്കറിയാം. ഏതെങ്കിലും ഒരു നമ്പർ 8ൽ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിനെ ഫാക്ടറൈസ് ചെയ്യാം 128നെ. ഓക്കെ, ഇവിടെ 2 കൊണ്ട് 6 4. ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിർത്താം, കാരണം 64 കിട്ടി. 64 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. നമുക്ക് വേണമെങ്കിൽ അവിടെ നിർത്താം. ഇനി ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാം, എന്തിനാണ് അവിടെ നിർത്തിയത്. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോവാം. 2 times 32 ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. 2 times 16, 2 times 8, പിന്നെയോ 2 times 4. ഇവിടെ 2. അപ്പോൾ എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ H എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 128 ആണ് അല്ലേ? 128 ഈസ് 7 2s മൾട്ടിപ്ലൈ ചെയ്തതാണ്. 1 2 3 4 5 6 7. ഇതിലൊക്കെ സ്ക്വയർ റൂട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ നമ്മളെങ്ങനെയാണ് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു പെയറിൽ നിന്ന് ഒരെണ്ണത്തെ പുറത്തെടുക്കും, ഒരു പെയറിൽ നിന്ന് ഒരെണ്ണത്തെ പുറത്തെടുക്കും, ഒരു പെയറിൽ നിന്ന് ഒരെണ്ണത്തെ പുറത്തെടുക്കും. ബാക്കി ഒരു 2 മാത്രം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പം 1 2 3 പെയറുണ്ട്. 1 2 3. 3 പെയറിൽ നിന്ന് ഞാൻ ഓരോ 2 പുറത്തെടുത്തു. ബാക്കി ഒരു 2 ഇവിടെ ഉണ്ട്. ഓക്കെ, 2 × 2 4 × 2 8√2 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. അങ്ങനെ ഹൈറ്റ് ഓഫ് ദ കോൺ നമുക്ക് കിട്ടി 8√2 സെൻറ്റിമീറ്റർ. ഇനി ഫാക്ടറൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല 64 എത്തിയപ്പം വേണമെങ്കിൽ നിർത്താമെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 64 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് 128 ഈസ് 64 × 2. അപ്പോൾ ഞാനിങ്ങനെ എഴുതുകയാണ്. H² ആണ് 128. അപ്പോൾ H എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 128, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 64 × 2 എന്ന് എഴുതി. കണ്ടോ? 64 × 2 എന്ന് എനിക്കിപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഇത് 64ൻ്റെ സ്ക്വയർ റൂട്ട് ഇൻറ്റു 2ൻ്റെ സ്ക്വയർ റൂട്ട്. 64ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 8 × 8 ആണ് 64. ദിസ് ഇസ് സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 8 ആണ്. 8√2. കണ്ടോ? അങ്ങനെ ചെയ്താലും നമുക്ക് 8√2 തന്നെ കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് 64 ഒരു പെർഫെക്റ്റ് സ്ക്വയർ എത്തുമ്പോൾ വേണമെങ്കിൽ നമുക്കത് നിർത്താം എന്ന്. ഇനി നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ തേർഡ് പാർട്ട് ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ to be used to make a cone of base radius √2 cm and height 4 cm. അപ്പോൾ നമുക്കൊരു കോൺ ഉണ്ടാക്കണം. ഓക്കെ, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് വരയ്ക്കുകയാണ്. നമുക്കൊരു കോൺ ഉണ്ടാക്കണം. ഈ കോണിൻ്റെ ബേസ് റേഡിയസ് എത്രയായിരിക്കണം എന്നാണ് പറഞ്ഞത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് √2 സെൻറ്റിമീറ്റർ ആയിരിക്കണം ബേസിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ R എന്ന് ഞാൻ എടുത്താൽ ഇത് √2 ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ വേറെന്താ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. അതായത് ഇങ്ങനെ
കോൺ ഉണ്ടാക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ വെർട്ടെക്സിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എച്ച്, അത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഈ റിക്വയർമെൻറ്റ് കിട്ടുന്ന പോലത്തെ ഒരു കോൺ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ ഈ ആംഗിൾ, ഇത് എത്രയായിട്ട് എടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആ ഫിഗർ ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചു, ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ റേഡിയസ് അറിയാം, ഹൈറ്റ് അറിയാം അല്ലേ? റേഡിയസും ഹൈറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്ലാൻഡ് ഹൈറ്റ് ഒന്ന് കണ്ടുപിടിക്കാമല്ലോ, എൽ. കാരണം നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുന്നുണ്ട് അല്ലേ? ഇവിടെ നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു, എൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മായിരിക്കും ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. അപ്പോൾ എച്ച് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് ആർ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റൂട്ട് ടു സ്ക്വയർ. 4 സ്ക്വയർ ഈസ് 16 പ്ലസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2. സോ എൽ സ്ക്വയർ എന്ന് പറയുന്നത് 16 പ്ലസ് 2 18 എന്ന് കിട്ടി. ഓക്കെ, 18 എന്ന് പറയുന്നത് എത്രയാ? 18 ഈസ് 9 ഇൻറ്റു 2. നമുക്ക് അങ്ങനെ എഴുതാമല്ലോ അല്ലേ? ചെറിയ നമ്പർ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അങ്ങനെ എഴുതി 9 ഇൻറ്റു 2. കാരണം 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. അപ്പോൾ എൽ സ്ക്വയർ ആണ് 9 ഇൻറ്റു 2. സോ വാട്ട് ഈസ് എൽ? എൽ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 9 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2. 9ൻ്റെ സ്ക്വയർ റൂട്ട് 3. 3 ഇൻറ്റു 3 ആണല്ലോ 9. പിന്നെ 3 റൂട്ട് 2 എന്ന് കിട്ടി. എന്ത്? സ്ലാൻഡ് ഹൈറ്റ്. അതായത് ഒരു സെക്ടർ ഉണ്ട് നമ്മുടെ കയ്യിൽ, ആ സെക്ടറിൽ നിന്നാണ് നമ്മൾ ഈ കോൺ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സെക്ടറിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്ടറിൻ്റെ റേഡിയസ്, അത് 3 റൂട്ട് 2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. എന്ത്? ഈ ഒരു സെക്ടറിൻ്റെ റേഡിയസ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കോണിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ടല്ലേ? കോണിൻ്റെ റേഡിയസ് റൂട്ട് 2 ആണ്. അപ്പോൾ കോണിൻ്റെ ബേസിൻ്റെ പെരിമീറ്റർ എത്രയാണ്? ഇതാ ഈ കാണുന്ന സർക്കുലർ പോർഷൻ, അതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 2πr എന്ന് പറയുന്നത് 2π ഇൻറ്റു റൂട്ട് 2. 2π ഇൻറ്റു റൂട്ട് 2 ആണ് ഈ ഒരു താഴത്തെ ബേസിൻ്റെ സർക്കിളിൻ്റെ പെരിമീറ്റർ. അതെന്താണ് ആക്ച്വലി? 2π ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആർക്കിൻ്റെ ലെങ്ത് ആണ് അല്ലേ? 2π ഇൻറ്റു റൂട്ട് 2 ആണ് ഈ ഒരു ആർക്കിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ? സെൻട്രൽ ആംഗിൾ നമുക്കറിയില്ല. അപ്പോൾ ഇത് ഒരു ഫുൾ സർക്കിൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു ഫുൾ സർക്കിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? ഇവിടെ ഈ സർക്കിൾ എന്ന് പറയുന്നത് ഇതാ, അതിൻ്റെ റേഡിയസ് 3 റൂട്ട് 2 ആണ്. 2πr എന്ന് പറയുന്നത് എത്രയാവും? 2π ഇൻറ്റു 3 റൂട്ട് 2. മനസ്സിലായോ? 2π ഇൻറ്റു 3 റൂട്ട് 2 ചെയ്യുമ്പോൾ ഈ വലിയ സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ കിട്ടും. ആ ഫുൾ ഇത്രയും ലെങ്ത്ത് എന്ന് പറയുന്നത് 360 ഡിഗ്രി കറങ്ങി കഴിയുമ്പോൾ കിട്ടുന്നതാണ്. മനസ്സിലായോ? 2π ഇൻറ്റു ഈ 3 റൂട്ട് 2 എന്ന് പറയുന്നത് ഈ ഒരു വലിയ സർക്കിൾ, ഇവിടെ കാണുന്ന ഈ വലിയ സർക്കിളിൻ്റെ എന്താണ്? പെരിമീറ്റർ ആണ്. അത് കിട്ടണമെങ്കിൽ 360 ഡിഗ്രി കറങ്ങണം. അപ്പോൾ 1 യൂണിറ്റ് അല്ലെങ്കിൽ ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണല്ലോ, 1 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ 360/2π 3 റൂട്ട് 2. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ് 2π ഇൻറ്റു റൂട്ട് 2 ആണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ആർക്കിൻ്റെ ലെങ്ത്ത്. നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ആർക്കിൻ്റെ ലെങ്ത്ത് 2π ഇൻറ്റു റൂട്ട് 2 ആണ്. 2π ഇൻറ്റു റൂട്ട് 2 സെൻറ്റിമീറ്റർ കറങ്ങി കിട്ടണമെങ്കിൽ എത്ര ആംഗിൾ കറങ്ങിയിട്ടുണ്ടാവും എന്നറിയണമെങ്കിൽ 360/2π 3 റൂട്ട് 2 ഇൻറ്റു 2π റൂട്ട് 2. കണ്ടോ? 2π റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ 10 പേനയ്ക്ക് 100 രൂപയാണെങ്കിൽ ഒരു പേനയ്ക്ക് എത്രയാണ്? 10 രൂപ. നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് പറയുന്ന പോലെ ഇത്രയും ലെങ്ത്ത് കിട്ടണമെങ്കിൽ 360 ഡിഗ്രി കറങ്ങണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ 360/2π 3 റൂട്ട് 2 കറങ്ങണം. അപ്പോൾ 2π റൂട്ട്, നമ്മുടെ ആർക്കിൻ്റെ ലെങ്ത്ത് 2π റൂട്ട് 2 ആണ്. ഇത്രയും ലെങ്ത്ത് കിട്ടണമെങ്കിൽ ഈ ഫിഗർ 360/2π ഇൻറ്റു 3 റൂട്ട് 2 ഇൻറ്റു 2π റൂട്ട് 2 ചെയ്യണം. അപ്പോൾ ഇത് കട്ടായി പോവും, പൈ കട്ടായി പോവും. ബാക്കിയുള്ളത് എന്താ? 360 ഉണ്ട് മുകളിൽ, 360 താഴെ ആരാ ഉള്ളത്? 2 ഉണ്ട് 3 ഉണ്ട്. 2 ഇൻറ്റു 3 6. അപ്പോൾ ഇത് എത്ര വരും? ഇത് 60 ഡിഗ്രി ആണെന്ന് കിട്ടും. പക്ഷെ നമ്മളിവിടെ ഒരു 2 വിട്ടുപോയായിരുന്നു കേട്ടോ. അതാ ഇവിടെ കണ്ടോ, ഒരു 2 ഉണ്ട്. 360 ഇൻറ്റു 2 ആയിരുന്നു ന്യൂമറേറ്ററിൽ, താഴെ 2 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു 2 കൂടിയുണ്ട്. സോ 60 ഇൻറ്റു 2 എത്ര കിട്ടും?
120 ഡിഗ്രിയാണ് ഇവിടുത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിളാണ്, അത് 120 ഡിഗ്രിയാണെന്നാണ് ആൻസർ കിട്ടുക. ഇനി സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. പക്ഷേ ചില കുട്ടികൾക്ക് ഈ ഇക്വേഷൻ എല്ലാം ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ R/L = x/360 ഇങ്ങനെ എടുക്കാം. ഇവിടെ R നമുക്ക് എത്ര കിട്ടിയത്? R നമുക്ക് കിട്ടിയത് √2 എന്നാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു R. L എത്രയാണ് നമുക്ക് കിട്ടിയത്? L നമുക്ക് കിട്ടിയത് 3√2 എന്നാണ്. മനസ്സിലായോ? Rഉം Lഉം എടുത്തു. R √2, L നമുക്ക് കിട്ടിയത് 3√2. ദിസ് ഇസ് ഈക്വൽ ടു x/360. ഇങ്ങനെ ചെയ്താലും കിട്ടും. സോ എക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 360നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾ ന്യൂമറേറ്ററിലോട്ട് പോകും. കണ്ടോ, ഇങ്ങനെ വന്നു. ഇത് രണ്ടും കട്ടാവും. 360/3. അപ്പോഴും നമുക്ക് 120 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിളിൽ നിന്ന് കിട്ടും. ഓക്കെ, ഈ രീതിയിലും അത് ചെയ്യാം. ഇനി നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണുള്ളത്. ദ റേഡിയസ് ഓഫ് എ സോളിഡ് സ്ഫിയർ. അപ്പോൾ ഒരു സ്ഫിയർ ഉണ്ട്. സ്ഫിയർ നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സാധാരണ സ്ഫിയറിന് വരയ്ക്കുന്നതിന് പകരം ഒരു സർക്കിൾ വരയ്ക്കും അല്ലേ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആയിട്ടൊരു സ്ഫിയർ ഉണ്ട്. ഫൈൻഡ് ഇറ്റ്സ് വോളിയം ആൻഡ് സർഫസ് ഏരിയ. വോളിയവും സർഫസ് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം എന്ന് പറയുന്നത് എന്താണ്? 4/3 πr³ അല്ലേ? നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 4/3 πr³ ആണ് വോളിയം ഓഫ് എ സ്ഫിയർ. സർഫസ് ഏരിയ എന്താണ്? 4πr². ഈ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് ഈ R എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആണെന്ന്. ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം ആദ്യം. വോളിയം V 4/3 πr എന്ന് പറയുന്നത് 6 ആണ്. 6 × 6 × 6. ഇവിടെ 3, ഇവിടെ 6 കട്ടായി, ഇവിടെ 2 ആവുമല്ലോ. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? 4 × 2 8, 6 × 6 36. അപ്പോൾ 8 × 36 അത്രയും പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. അത് ശ്രദ്ധിക്കണം. വോളിയം എന്നുള്ളതിൻ്റെ യൂണിറ്റ് വരുമ്പം സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഇനി 8 × 36 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? അത് നമുക്ക് 288 എന്ന് കിട്ടും. 288 സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം ഓഫ് ദിസ് സ്ഫിയർ. ഇനി ചോദിച്ചിരിക്കുന്നത് സർഫസ് ഏരിയ ആണ് അല്ലേ? സർഫസ് ഏരിയ 4πr² ആണ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. അപ്പോൾ 4 × π × r എന്ന് പറയുന്നത് 6 × 6 അല്ലേ? 6² എന്ന് പറഞ്ഞാൽ 6 × 6. അപ്പോൾ എത്ര വരും? 4 × 6 24. 24 × 6 വേണം ചെയ്യാൻ. 24 × 6. അപ്പോൾ നമുക്ക് 144 എന്ന് കിട്ടും. അപ്പോൾ 144 π. ഇനി സർഫസ് ഏരിയയുടെ യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ബി പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ്. അപ്പോൾ ഈ ഒരു സ്ഫിയറിനെ നമ്മൾ രണ്ടാക്കി മുറിച്ചു. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താ? ഒരു ഹെമിസ്ഫിയർ കിട്ടും അല്ലേ? വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഹെമിസ്ഫിയർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാറ്? ഇങ്ങനെ ഒരു സർക്കുലർ ഇതിൻ്റെ മുകളിൽ ഒരു പോർഷൻ ഇരിക്കുന്നു അല്ലേ? അതായത് ഹെമിസ്ഫിയറിൻ്റെ ഒരു സൈഡ് എന്താ? ഇങ്ങനെ സർക്കുലർ പോർഷൻ ആയിരിക്കും. ഈ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr². അറിയാലോ, ഇതിൻ്റെ റേഡിയസ് തന്നെയാണ് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും. അപ്പോൾ πr² ആണ് ഈ സർക്കിളിൻ്റെ ഏരിയ. മനസ്സിലായോ? ഇതിങ്ങനെ നേരെ ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു ബോൾ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ബോൾ നേരെ നടുവേ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഷേപ്പാണ് ഹെമിസ്ഫിയർ. അതിൻ്റെ ഒരു സൈഡ് സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അതിൻ്റെ ഏരിയ πr². ഇനി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ, ടോട്ടൽ സ്ഫിയർ എത്രയാണ്? 4πr². അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്? 4πr²ൻ്റെ പകുതി എത്രയാണ്? 2πr². മനസ്സിലായോ? അപ്പോൾ 2πr² πr² കൂടി കൂടിയതാണ് സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയറിൻ്റെത് കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ 3πr² എന്ന് വരുന്നത്. ഓക്കെ, എങ്ങാനും ഇക്വേഷൻസ് കൺഫ്യൂഷൻ വന്നാൽ ഇങ്ങനെ ആലോചിച്ചെടുത്താൽ മതി. 4πr²ൻ്റെ പകുതി 2πr², അതിൻ്റെ കൂടെ ഈ πr² കൂടി ചേർന്നു. അപ്പോൾ 3πr². അപ്പോൾ അതാണ് ഇക്വേഷൻ. 3 × π × r എന്ന് പറയുന്നത് 6 തന്നെ. 6 × 6 അല്ലേ? 6² എന്ന് പറഞ്ഞാൽ 6 × 6. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 6 × 3 18. 18 × 6 ചെയ്യുമ്പോൾ 108. 108 π സർഫസ് ഏരിയ ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ്
ഈച്ച് ഹെമിസ്ഫിയർ. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദിസ് ഹെമിസ്ഫിയർ. നമുക്കപ്പോൾ ഇപ്പോൾ കയ്യിലൊരു ഹെമിസ്ഫിയർ ഉണ്ട്, അതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം കണ്ടില്ലേ, വോളിയം ഓഫ് എ സ്ഫിയർ 4/3 πr³ ആണ്. അതിൻ്റെ പകുതി ആയിരിക്കും ഈ ഹെമിസ്ഫിയറിൻ്റെ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പന്ത് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ഐസ്ക്രീം കപ്പൊക്കെ കിട്ടുമല്ലോ, അതിൻ്റെ പകുതി മുറിച്ചിട്ട് ആ പകുതിക്കകത്ത് എന്തോരം വെള്ളം കൊള്ളും എന്നൊക്കെ ചോദിക്കുന്നതിന് ഈക്വലാണ്. അപ്പോൾ ടോട്ടൽ ആ പന്തിനകത്ത് എത്ര കൊള്ളുമോ അതിൻ്റെ പകുതി ആയിരിക്കും പകുതി ബോളിനകത്ത് കൊള്ളുന്നത് എന്ന് പറയുന്ന പോലെ 4/3 πr³ പകുതി അതായിരിക്കും വോളിയം ഓഫ് ഹെമിസ്ഫിയർ കേട്ടോ. വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്നുള്ളതിനാണ് ഞാൻ H എന്ന് ഇവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ 4ൻ്റെ പകുതി എത്രയാ, 2. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും, 2/3 πr³. ഓക്കെ, അപ്പോൾ 2/3 π, r എന്ന് പറയുന്നത് എന്താ, 6 × 6 × 6 ക്യൂബ് എന്ന് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു. ഇത് കട്ട് ചെയ്ത് 2 എന്ന് വന്നു, 2 × 2 4 π അല്ലേ, 4 π. പിന്നെയോ 6 × 6 36 ഉണ്ട്. അപ്പോൾ 36 × 4 ചെയ്യണം. 36 × 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 144 എന്ന് കിട്ടും. അപ്പോൾ ഇത് എത്രയാണ്, 144 π വോളിയമാണ്. അപ്പോൾ എങ്ങനെ എഴുതും, cm³. ഇനി നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. മോഡൽ എക്സാമിന് ചോദിച്ച 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്, 2019-2020 ആ അക്കാഡമിക് ഇയറിൽ. ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 12 cm. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആളാരാണ്, സ്ക്വയർ പിരമിഡാണ്. അപ്പോൾ സ്ക്വയർ ആണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്, പക്ഷെ ചെരിച്ചാണ് വരയ്ക്കുന്നത് മാത്രം. ഓക്കെ, ഇനി ഇതിനെ പിരമിഡ് ഷേപ്പിലോട്ടാക്കുകയാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഡാറ്റ പടം വരച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്. ബേസ് എഡ്ജ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 12 cm. അപ്പോൾ ഈ ലെങ്ത് ആണ് 12 cm അല്ലേ, ഇത് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഈസ് 10 cm. ഏതാണ് സ്ലാൻഡ് ഹൈറ്റ്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സും ഈ ബേസിൻ്റെ മിഡ് പോയിൻറ്റും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, സ്ലാൻഡ് ഹൈറ്റ്. L എന്നാണ് നമ്മൾ സാധാരണ എഴുതുക. അത് 10 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? പിരമിഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിൻ്റെ സെൻറ്ററും വെർട്ടെക്സും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഈ കിട്ടുന്നതാണ് എന്ത്, ഇപ്പോൾ ഈ വരച്ച ലൈൻ അതാണ് ഹൈറ്റ് അല്ലേ, ഇതാണ് ഹൈറ്റ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ ഹൈറ്റും ബേസിൻ്റെ ഈ സെൻറ്ററും അതുപോലെ ബേസ് എഡ്ജിൻ്റെ മിഡ് പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മുടെ സ്ലാൻഡ് ഹൈറ്റും ഉണ്ട്. നമുക്കിപ്പോൾ കിട്ടിയത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്, മട്ടകോൺ. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു. ഇതെന്താണ്, ഇത് ഫുൾ ബേസ് എഡ്ജ് ഉണ്ടോ? ഇല്ല, 12 കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടില്ല, അതിൻ്റെ പകുതിയേ ഉള്ളൂ. അതായത് ഈ സൈഡ് 6 ആണ്, ഈ സൈഡ് അത് H നമുക്കറിയില്ല. അതേസമയം ഇത് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് സ്ലാൻഡ് ഹൈറ്റ്, അത് 10 ആണ്. ഓക്കെ, ഇവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, Hൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നത് 10² ഈസ് ഈക്വൽ ടു 6² + H² അല്ലേ, 6ഉം Hഉം ആണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. സോ 10² എന്ന് പറഞ്ഞാൽ 100 ഈസ് ഈക്വൽ ടു 36 + H². സോ വാട്ട് ഈസ് H²? H² കിട്ടണമെങ്കിൽ ഈ 36നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം. 36 ഇപ്പോൾ പോസിറ്റീവാണ് അല്ലേ, നെക്സ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നെഗറ്റീവ് ആവും. 100 - 36 ചെയ്യുമ്പോൾ നമുക്ക് 64 എന്ന് കിട്ടും. സോ H² ആണ് 64. സോ വാട്ട് ഈസ് H? √64. 8 × 8 ആണ് 64. സോ √64 ഈസ് 8 cm ആണ് ഹൈറ്റ് ഓഫ് ദിസ് പിരമിഡ്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ പിരമിഡ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതിൻ്റെ 1/3 ആണ് അല്ലേ, 1/3 ഇൻറ്റു ബേസ് ഏരിയ. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ബേസ് ആയിട്ട് ഇവിടെ ആരാ ഉള്ളത്, സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് 12 ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്, 12 × 12. അപ്പോൾ ബേസ് ഏരിയ കിട്ടി. ഇനി ഹൈറ്റ് എത്രയാണെന്നാണ് കിട്ടിയത്, ഇപ്പോൾ 8. അപ്പോൾ ഇൻറ്റു 8. അപ്പോൾ ഇതാണ് എന്ത്, വോളിയം ഓഫ് ദിസ് പിരമിഡ്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. കട്ട് ചെയ്ത് ഇവിടെ 4 ആവുമല്ലോ. 4 × 12 48. 48 × 8
48 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് 384 എന്ന് കിട്ടും. സോ 384. ഇനി ഇത് വോളിയം ആണല്ലേ, ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇതാണ് വോളിയം ഓഫ് ദിസ് പിരമിഡ്. അടുത്തതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ ബേസ് റേഡിയസ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഈസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്തിൻ്റെ റേഡിയസ് ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്? ദ ബേസ് റേഡിയസ് ഓഫ് എ കോൺ. അപ്പോൾ കോണിൻ്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് കോണാണ്. കോൺ, ഈ കോണിൻ്റെ ബേസിൻ്റെ റേഡിയസ് അത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കോൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു സെക്ടർ വളച്ചിട്ടാണ് നമ്മൾ ഈ കോൺ ഉണ്ടാക്കുന്നത് അല്ലേ? ഇങ്ങനെയാണ് കോൺ ഉണ്ടാക്കുന്നത്. ഇനി ഇറ്റ്സ് സ്ലാൻഡ് ഹൈറ്റ് ഈസ് 15 സെൻറ്റിമീറ്റർ. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഹൈറ്റ് അല്ലേ? ഇത് 15 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സെക്ടർ യൂസ് ടു മേക്ക് ദ കോൺ? അപ്പോൾ നമുക്കറിയാം ഈ സെക്ടർ ഇങ്ങനെ വളച്ചിട്ടാണ് നമ്മൾ കോൺ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സ്ലാൻഡ് ഹൈറ്റ് ഈ ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെങ്ത്ത്. മനസ്സിലായോ? അപ്പോൾ 15 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ സെക്ടറിൻ്റെ റേഡിയസ് എന്താ? ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് ഓഫ് ദ സെക്ടർ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ? ഈ സെക്ടറിന് ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഞാനിപ്പോൾ എക്സ് എന്ന് എഴുതാൻ പോവാണ്. സെൻട്രൽ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലെങ്ത് എത്രയാണെന്നാണ്. ഇപ്പോൾ ഞാനിതിന് ആർക്ക് എ ബി എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോ. ഈ ആർക്ക് എ ബിയുടെ ലെങ്ത് എത്രയാണെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കിട്ടും? ഈ ലെങ്ത്താണ് ശരിക്കും പറഞ്ഞാൽ വളച്ചത് ഇവിടെ ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ കിടക്കുന്നത് അല്ലേ? ആ സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്, 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പെരിമീറ്റർ എത്രയാണ്? സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr അല്ലേ? 2π ഇൻറ്റു 3. മനസ്സിലായോ? ഇവിടെ റേഡിയസ് 3 ആയതുകൊണ്ട് 2π ഇൻറ്റു 3. അപ്പോൾ 2 ഇൻറ്റു 3 6π ആണ് എന്ത്? ഈ പെരിമീറ്റർ, ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്ക് എ ബിയുടെ ലെങ്ത്ത് 6π സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആർക്ക് എന്ന് പറയുന്നത് ദിസ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ അല്ലേ? ഇത് ഇങ്ങനത്തെ സർക്കിളിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി അല്ലേ? ഇനി ഈ സർക്കിളിൻ്റെ റേഡിയസ് എങ്ങനെ കിട്ടും? പെരിമീറ്റർ എങ്ങനെ കിട്ടും? 2πr. 2π ഇൻറ്റു ഇവിടെ ഇപ്പോൾ റേഡിയസ് എത്ര കിടക്കുന്നത്? 15. 2πr. അപ്പോൾ ഈ 2πr ഇത്രയും ലെങ്ത്ത് കിട്ടണമെങ്കിൽ, അതായത് ഇതിൻ്റെ സർക്കിളിൻ്റെ മൊത്തം പെരിമീറ്റർ കിട്ടണമെങ്കിൽ എത്ര ഡിഗ്രി തിരിയണം? 360 ഡിഗ്രി തിരിയണം. മനസ്സിലായോ? 2π ഇൻറ്റു ഈ റേഡിയസ്, അതായത് ഈ മൊത്തം സർക്കിൾ കിട്ടും. അത്രയും കിട്ടണമെങ്കിൽ നമ്മൾ 360 ഡിഗ്രി കറങ്ങണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിലോ? 1 സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ 360/2π ഇൻറ്റു 15 അത്രയും ഡിഗ്രി കറങ്ങിയിരിക്കണം. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ എ ബിയുടെ ലെങ്ത് എത്രയാണ് അപ്പോൾ കിട്ടിയത്? 6π അല്ലേ? അപ്പോൾ 6π സെൻറ്റിമീറ്റർ കിട്ടണം നമുക്ക്. 6π സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ എത്ര ഡിഗ്രി കറങ്ങണം? അതാണ് ഈ എക്സിൻ്റെ വാല്യൂ. മനസ്സിലായോ? 2π ഇൻറ്റു 15 എന്ന് പറയുന്നത് ഈ ബിഗ്ഗർ സർക്കിളിൻ്റെ പെരിമീറ്റർ. അത്രയും കിട്ടണമെങ്കിൽ നമ്മൾ 360 ഡിഗ്രി കറങ്ങണം അല്ലേ? സെൻട്രൽ ആംഗിൾ ഓഫ് എ സർക്കിൾ ഈസ് 360 ഡിഗ്രി. അപ്പോൾ 1 സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിലോ ഇതിനെ നമ്മളെടുത്ത് താഴോട്ട് കൊണ്ടുവന്നു. 360/2π ഇൻറ്റു 15 അത്രയും ഡിഗ്രി കറങ്ങിയിരിക്കണം. അപ്പോൾ 6π സെൻറ്റിമീറ്റർ ഈ ലെങ്ത്ത് കിട്ടണമെങ്കിൽ എത്ര ഡിഗ്രി കറങ്ങണം? അതെങ്ങനെ കണ്ടുപിടിക്കും? 360/2π ഇൻറ്റു 15. ഈ ഫിഗറാണ് കേട്ടോ ഞാനിപ്പോൾ എഴുതിയത്. ദാറ്റ് മച്ച് ഇൻറ്റു 6π. ഇതായിരിക്കും എക്സിൻ്റെ വാല്യൂ. ഇനി ഇവിടെ പൈ കട്ടായി പോവും. ഇവിടെ 3 ടൈംസ്, ഇത് ഇവിടെ 5 ടൈംസ്. ഇനി ഇത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 72 ഡിഗ്രിയാണ് എന്ത് കിട്ടുക? എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ, വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ? അത് 72 ഡിഗ്രിയാണ്. ഇനി ചോദിച്ചിരിക്കുകയാണ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദിസ് സെക്ടർ. ഈ ഏരിയ കണ്ടുപിടിക്കണം. ഈ സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? എന്താണ്? πr². ഓക്കെ, സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ് വരുന്നത്? 15 അല്ലേ? അതായത് π ഇൻറ്റു 15 ഇൻറ്റു 15 ആണ് ഏരിയ ഓഫ് ദിസ് ബിഗ് സർക്കിൾ. അത് എത്ര ഡിഗ്രിക്കാണ്? 360 ഡിഗ്രി കറങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന ഏരിയയാണത്. ഓക്കെ,
അപ്പോൾ 1 ഡിഗ്രി കറങ്ങിക്കഴിഞ്ഞാൽ എത്ര ഏരിയ കിട്ടും? പൈ ഇൻറ്റു 15 ബൈ 360 അല്ലേ? ഇവിടെ നമ്മുടെ ആംഗിൾ എത്രയാണ്? സെൻട്രൽ ആംഗിൾ 72 ആണ് അല്ലേ? ഇവിടെ കിടക്കുന്ന ആംഗിൾ 72 ഡിഗ്രിയാണ്. അപ്പോൾ 1 ഡിഗ്രി കറങ്ങിയാൽ ഇത്രയും ഏരിയ കിട്ടും. അപ്പോൾ 72 ഡിഗ്രി കറങ്ങിയാലോ ഈ ഫിഗറിലെ പൈ ഇൻറ്റു 15 ബൈ 360 ഇൻറ്റു 72. ഓക്കെ, ഇതായിരിക്കും ഏരിയ ഓഫ് ദിസ് സെക്ടർ. ഇവിടെ നമ്മൾ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യും? ഈസി ആയിട്ട് ചെയ്യാൻ ഞാൻ ഈ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കാരണം 15നെയും 360നെയും ഈ രണ്ട് നമ്പേഴ്സിനെയും എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 360നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 120. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ 5, ഇവിടെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40. ഓക്കെ, ഇനി ഞാൻ 72 ഉണ്ടല്ലേ, 72നെ എനിക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 40നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 വന്നു, ഇവിടെ 9 ഇൻറ്റു 8 ആണ് 72. അങ്ങനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഇതാ ഒരു 5ഉം കട്ട് ചെയ്തു. കണ്ടോ, ഇപ്പോൾ കാൽക്കുലേഷൻ ഈസി ആയില്ലേ? ഇനി ബാക്കി ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പൈ ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും? 9 ഇൻറ്റു 5 45. അപ്പോൾ 45 പൈ. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏരിയ അല്ലേ? അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. 45 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സെക്ടറിൻ്റെ ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മോഡൽ എക്സാമിന് 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഫ്രം ക്യൂബ് ഓഫ് എഡ്ജ് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഒരു ക്യൂബാണ് കേട്ടോ. ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വലായിട്ട് ഒരു ക്യൂബുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു സ്ഫിയർ അങ്ങോട്ട് ചെത്തിയെടുക്കണം. ഓക്കെ, സ്ഫിയർ എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷനിലായിട്ട് കിട്ടണം അല്ലേ? അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. റേഡിയസ് ഞാനിപ്പോൾ ഈ ക്യൂബിൻ്റെ ഫ്രണ്ട് ഫേസ് മാത്രം വരച്ചു. ഒരു സ്ക്വയർ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു സ്ക്വയർ, ഫ്രണ്ട് ഫേസ് എന്താ? സ്ക്വയർ ആണ്. ആ നമ്മൾ സ്ഫിയർ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കണം എന്നുള്ള അർത്ഥമാണ് അല്ലേ? ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? എഡ്ജ്, ക്യൂബിൻ്റെ എഡ്ജ് എത്രയാ? 12. ഈ ഡിസ്റ്റൻസ് എത്രയാ? അപ്പോൾ 12 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതിനോട് ചേർന്നിരിക്കുന്ന സ്ഫിയറാണ് നമുക്ക് വേണ്ടത് അല്ലേ? സ്ഫിയർ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു സർക്കിൾ പോലെയല്ലേ തോന്നുള്ളൂ, ഇങ്ങനെ ചേർന്നിരിക്കുന്ന സ്ഫിയർ. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ ആണ് 12. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? 12ൻ്റെ ഹാഫ്, അതായത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും റേഡിയസ്. ഓക്കെ, ഇനി ഫൈൻഡ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ദ സ്ഫിയർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ അല്ലേ? അത് 6 ആണെന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ദ സ്ഫിയർ. സർഫസ് ഏരിയ എങ്ങനെയാണ്? സ്ഫിയറിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ സർഫസ് ഏരിയയ്ക്കുള്ള ഇക്വേഷൻ എന്താണ്? 4πr² അല്ലേ? സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. അപ്പോൾ റേഡിയസ് എത്രയാണെന്ന് ഇപ്പോൾ കിട്ടി? 6 ആണെന്ന് കിട്ടി. 4π ഇൻറ്റു 6 ഇൻറ്റു 6. 4 ഇൻറ്റു 6 24 ഇൻറ്റു 6, പിന്നെ ഒരു പൈ ഉണ്ട്. 24 ഇൻറ്റു 6 നമ്മൾ ചെയ്യുമ്പോൾ 144 എന്ന് കിട്ടും. 144 പൈ സർഫസ് ഏരിയ ആണ്. അപ്പോൾ എന്തെഴുതും? സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് സ്ഫിയർ. അപ്പോൾ അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സർഫസ് ഏരിയ ആൻഡ് വോളിയം കൂടി കണ്ടുപിടിക്കണം. വോളിയം എന്താണ്? 4/3πr³ അല്ലേ? ഇതിലോട്ട് വാല്യൂസ് കൊടുക്കാം. 4/3π, r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അല്ലേ? അപ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു 6, ഇത് കട്ടായി പോവും 2. ഇത് നോക്കിക്കേ, 6 ഇൻറ്റു 6 ഇൻറ്റു 4 ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. 6 ഇൻറ്റു 6 ഇൻറ്റു 4 നമുക്ക് എത്രയാണ് കിട്ടിയത്? 144. അതിൻ്റെ കൂടെ ഇൻറ്റു 2 ഉണ്ട്, പിന്നെ ഒരു പൈയും ഉണ്ട്. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഇൻറ്റു 2 ചെയ്യാൻ എളുപ്പമല്ലേ? ഇരട്ടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 288 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതായിരിക്കും വോളിയം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ കോൺ ഓഫ് മാക്സിമം സൈസ് ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെൻറ്റിമീറ്റർ. ഇതേപോലെ തന്നെ ഒരു ക്യൂബുണ്ട്. ഓക്കെ, ആ ക്യൂബിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കണം? ഒരു കോൺ ഇങ്ങനെ വെട്ടിയെടുക്കണം. മനസ്സിലായോ? ഈ കോൺ ഈ ക്യൂബിൻ്റെ അകത്ത് നിൽക്കണം. അപ്പോൾ മാക്സിമം സൈസിൽ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ എന്തായിരിക്കും? ഈ സർക്കിൾ ഇങ്ങനെ കറക്റ്റ്
കറക്റ്റ് ഈ ബേസിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്ന സർക്കിളായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ക്യൂബും കൂടി വരച്ചിട്ട് നമുക്ക് നോക്കാം. റഫായിട്ടൊരു ക്യൂബ് വരച്ചു. ഇനി ഇതിൻ്റെ ബേസിൽ ഇങ്ങനെ കറക്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ പാർട്ടല്ല ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ കോൺ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺ. അപ്പോൾ ഈ കോണിൻ്റെ പ്രത്യേകത എന്താ? ഈ ഭാഗം അതിൻ്റെ ഡയമീറ്റർ അല്ലേ, ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ് വരിക? ഈ ബേസ് എഡ്ജ് തന്നെയാണ് 12 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഈ ക്വസ്റ്റ്യനും അതെ 12 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഡ്ജ്. അപ്പോൾ ഈ ലെങ്ത് ഡയമീറ്റർ ആണ് എന്ത്? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ബേസിൻ്റെ റേഡിയസ് കിട്ടി, അത് 6 ആണ് ബേസിൻ്റെ റേഡിയസ്. ഇനി നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ വരച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൈറ്റ് ഓഫ് ദിസ് കോൺ ഈ എന്താ പറയുക ക്യൂബിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഈ ക്യൂബിൻ്റെ ഹൈറ്റ് തന്നെയായിരിക്കും കോണിൻ്റെയും ഹൈറ്റ്. മനസ്സിലായോ? ക്യൂബിൻ്റെ ഹൈറ്റ് എത്രയാണ്? എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ. അപ്പോൾ 12 ആണ് ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഈസ് ഓൾസോ ഈ ഹൈറ്റും 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം ബേസിൻ്റെ റേഡിയസും കിട്ടി, ഹൈറ്റും കിട്ടി. അപ്പോൾ ഇതിൻ്റെ വോളിയം ആണ് ഇനി ചോദിച്ചിരിക്കുന്നത് അല്ലേ. കണ്ടോ, വാട്ട് ഈസ് ദ വോളിയം? വോളിയം കണ്ടുപിടിക്കണം. വോളിയം എന്ന് പറയുന്നത് എങ്ങനെയാണ്? എപ്പോഴും വോളിയത്തിനൊരു ഇക്വേഷനേ ഉള്ളൂ പിരമിഡ്സ് ആവുമ്പോൾ. പിരമിഡ്സിൽ പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോണും. ഓക്കെ, അപ്പോൾ 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. 1/3 ഇൻറ്റു ബേസ് ഏരിയ എന്ന് പറയുന്നത് πr² അല്ലേ, കാരണം ബേസ് ഒരു സർക്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ബേസിൻ്റെ റേഡിയസ് എത്രയാണ്? 6. അപ്പോൾ 1/3 ഇൻറ്റു πr² എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 12. ഇവിടെ ഇത് കട്ടായി പോവും ഇല്ലേ? 3 ഇവിടെ 4 ടൈംസ് 4 ഇൻറ്റു 6 ഇൻറ്റു 6. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് അത് ചെയ്തു. ഇതേ നോക്കിയേ, 6 ഇൻറ്റു 6 ഇൻറ്റു 4 ചെയ്തതാണ് ഓൾറെഡി. അത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 144. സോ 144 π തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും വോളിയം ഓഫ് ദാറ്റ് കോൺ. ഇതോടെ ഈ ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കുട്ടികൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്